ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മൈ ദീപക് മലലോകർ. ഞാനിന്നൊരു പുതിയൊരു വീഡിയോകളൊക്കെയായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരാഴ്ചയിലെ OTT റിലീസ് അപ്ഡേറ്റുകളും അതുപോലെ തന്നെ അപ്കമിങ് OTT റിലീസ് കുറിച്ചുള്ള ഒരു വീഡിയോ ബ്ലോഗാണ്. കഴിഞ്ഞ ആഴ്ചയിൽ എനിക്കൊരു വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ ഒരു ആഴ്ചയിൽ ഒരുപാട് OTT റിലീസിന് എത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് സമയം വെച്ചേക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചെറിയ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് തന്നെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന OTT റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സമയമൊന്നും വെച്ചാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇനി ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. വല്യേട്ടൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. വർഷം 2000 തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയെടുത്തുള്ള ഒരു മാസ് ആക്ഷൻ ചിത്രമായിരുന്നു വല്യേട്ടൻ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ റീമാസ്റ്റർ ആയിട്ടുള്ള 4K വെർഷൻ കഴിഞ്ഞ മാസം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒഫീഷ്യലി ഇതിന്റെ 4K റീമാസ്റ്റർ വെർഷൻ ഈ വരുന്ന ഫെബ്രുവരി മാസം 7-ാം തീയതി മനോരമ മാക്സിലൂടെ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് മനോരമ മാക്സിലൂടെ ഈ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഒരു കട്ടിൽ ഒരു മുറി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിലേക്ക് തിരിച്ചു വന്നിട്ടുള്ള പൂർണിമ ഇന്ദ്രജിത്ത്, അതുപോലെ തന്നെ അക്കീം ഷാ, പ്രിയംവദ കൃഷ്ണൻ, ഷമ്മി തിലകൻ, വിജയരാഘവൻ, ജാഫർ ഇടുക്കി, അതുപോലെ തന്നെ ഗണപതി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഫാമിലി ഡ്രാമ ഭാഗത്തിലും എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു ഒരു കട്ടിൽ ഒരു മുറി എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് മനോരമ മാക്സും അതുപോലെ തന്നെ സിംപ്ലി സൗത്ത് ആണ്. മനോരമ മാക്സിൻ്റെ ഭാഗത്ത് നിന്ന് കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ മേ ബി ഈ ചിത്രം ഈ മാസത്തിൽ ഉടൻ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. ചിലപ്പോൾ ചിത്രം ഈ വരുന്ന ആയിരിക്കും സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. അലങ്കു എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഗുണനിധി, കാളി വെങ്കിട്ട്, ചെമ്പൻ വിനോദ് ജോസ്, അതുപോലെ തന്നെ അപ്പാനി ശരത് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലും എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു അലങ്കു എന്ന് പറയുന്നത്. ഡിസംബർ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഒരു ഭേദപ്പെട്ട ഒരു കളക്ഷനൊക്കെ നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് സിംപ്ലി സൗത്ത് ആണ്. ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം 7-ാം തീയതി സിംപ്ലി സൗത്തിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മദ്രാസുകാരൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഷൈൻ നിഗം ആദ്യമായിട്ട് തമിഴിൽ അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു മദ്രാസുകാരൻ എന്ന് പറയുന്നത്. ഷൈൻ നിഗത്തിനൊപ്പം കലൈരശൻ, അതുപോലെ കരുണാസ്, ഐശ്വര്യ ദുട്ട, നിഹാരിക എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ പാക്കഡ് ആയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു മദ്രാസുകാരൻ എന്ന് പറയുന്നത്. ജനുവരി മാസം തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു അനക്കം സൃഷ്ടിക്കാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് സിംപ്ലി സൗത്തും അതുപോലെ തന്നെ ആഹാ തമിഴാണ്. ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം 7-ാം തീയതി ആഹാ തമിഴിലൂടെയും അതുപോലെ തന്നെ സിംപ്ലി സൗത്തിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. എക്സ്ട്രാ ഡീസന്റ് ED എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട്, ശ്യാം മോഹൻ, ഗ്രേസ് ആന്റണി, സുധീർ കരമന, അതുപോലെ തന്നെ വിനീത് തട്ടിൽ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിൽ എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു ED എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് ആമസോൺ പ്രൈമാണ്. ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം 7-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അത് എത്രത്തോളം കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല, ഒരു അപ്ഡേറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഗെയിം ചേഞ്ചർ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ രാം ചരൺ, അതുപോലെ തന്നെ സമുദ്രഖനി, SJ സൂര്യ, ശ്രീകാന്ത്, അതുപോലെ തന്നെ അഞ്ജലി, ഐറ അദ്വാനി, സുനിൽ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ച് ശങ്കർ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത്. ജനുവരി മാസം തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു അഭിപ്രായം നേടാതെ വൻ ഡിസാസ്റ്ററായി മാറിയിട്ടുള്ള ഒരു ശങ്കർ ബോംബായിരുന്നു ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത്. ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലും എടുത്താവുന്ന ചിത്രമായിരുന്നു. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് ആമസോൺ പ്രൈമാണ്. ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം 7-ാം തീയതി തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. മലയാള ഭാഷയിൽ ലഭിക്കുന്നില്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബേബി ജോൺ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വരുൺ ധവാൻ, കീർത്തി സുരേഷ്, വാമിക ഗബ്ബി, ജാക്കി ഷറഫ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ ഡ്രാമ വകുപ്പിലെടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു ബേബി ജോൺ എന്ന് പറയുന്നത്. 2016 തിയേറ്റർ റിലീസ് ചെയ്തിട്ടുള്ള ഒരു തമിഴ് ചിത്രമായിട്ടുള്ള നമ്മുടെ തെറി എന്ന് പറയുന്നത് വിജയ് കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള തെറി എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ റീമേക്കാണ് ബേബി ജോൺ എന്ന് പറയുന്നത്. ഡിസംബർ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഒരു വിജയം ഭേദപ്പെട്ട ഒരു കളക്ഷൻ പോലും നേടിയെടുക്കാതെ പോയിട്ടുള്ള ഒരു ഡിസാസ്റ്റർ ചിത്രമായിരുന്നു ബേബി ജോൺ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയത് ആമസോൺ പ്രൈമാണ്. ചിത്രം ഇപ്പോൾ 7-ാം തീയതി റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും 5-ാം തീയതി തന്നെ ഇതിൻ്റെ റെൻ്റ് ഓപ്ഷനിൽ ഇപ്പോൾ ഹിന്ദി ഭാഷയിൽ മാത്രമേ ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പിറ്റത്തിൽ അടുത്ത ആഴ്ചയിലൂടെ ചിത്രം റെൻ്റ് ഓപ്ഷൻ മാറി മറ്റുള്ള ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് കൂടി കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്.
വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മിസിസ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സായം മൽഹോത്ര കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഫാമിലി ഡ്രാമ ഭാഗത്തിലൂടെ തന്നൊരു ചിത്രമായിരുന്നു മിസിസ് എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന് ഒരുപാട് അവാർഡുകളൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. 2023 റിലീസ് ചെയ്ത് IFFK റിലീസ് ചെയ്തിട്ട് ഒരുപാട് അവാർഡുകളൊക്കെ നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ റിലീസ് ഈ വരുന്ന 2025 ഫെബ്രുവരി മാസം 7-ാം തീയതി C5 ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ പാൻ ഇന്ത്യ ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മാർക്കോ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഉണ്ണി മുകുന്ദൻ, സിദ്ദിഖ്, അതുപോലെ തന്നെ അൻസൻ പോൾ, ജഗദീഷ് അങ്ങനെ വൻപ താരനിരയോടുകൂടി വന്ന് വലിയൊരു വയലൻസ് തീർന്നിട്ടുള്ള ഡിസംബർ മാസം റിലീസ് ചെയ്ത് തിയേറ്ററിൽ 100 കോടിക്ക് പാൻ ഇന്ത്യ മൂവിയായി റിലീസ് ചെയ്ത് ചിത്രം വേൾഡ് വൈഡ് വലിയൊരു കളക്ഷനൊക്കെ നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ള നമ്മുടെ സോണി ലീവാണ്. ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം 14-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ പാൻ ഇന്ത്യ ഭാഷയിലൂടെ ചിത്രം അൺകട്ടഡ് ആയിട്ടുള്ള വെർഷൻ റിലീസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. എന്ന് സ്വന്തം പുണ്യാളൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അനശ്വര രാജൻ, അതുപോലെ ബാലു വർഗീസ്, അർജുൻ അശോക എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമ ഭാഗത്തിലെടുത്ത ചിത്രമായിരുന്നു എന്ന് സ്വന്തം പുണ്യാളൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു അനക്കം സൃഷ്ടിക്കാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് ആമസോൺ പ്രൈമാണ്. ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം 14-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ബേസിൽ ജോസഫ്, സൗബിൻ സാഹിർ, അതുപോലെ തന്നെ ചെമ്പൻ വിനോദ് ജോസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു മാസ് ആക്ഷൻ ഒരു കോമഡി ത്രില്ലർ വെറ്ററിയിൽ എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയത് ആമസോൺ പ്രൈമാണ്. ചിത്രം ഇന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു അപ്ഡേറ്റ് ഒന്നും പുറത്തു വന്നിട്ടില്ല. മേ ബി ഈ ചിത്രം ഫെബ്രുവരി മാസം ലാസ്റ്റ് വീക്കോട് കൂടിയിട്ട് നമുക്ക് ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ടെസ്റ്റ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സിദ്ധാർത്ഥ്, അതുപോലെ തന്നെ മാധവൻ, അതുപോലെ തന്നെ നയൻതാര എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ച ഒരു സ്പോർട്സ് ഡ്രാമ ഭാഗത്തിലെടുത്താവുന്ന ചിത്രമായിരുന്നു ടെസ്റ്റ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് നമ്മുടെ നെറ്റ്ഫ്ലിക്സിലൂടെ ഡയറക്റ്റ് OTT റിലീസിന് തയ്യാറെടുക്കുന്ന ഒരു ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിൻ്റെ ട്രെയിലറൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. കമ്മിങ് സൂൺ നെറ്റ്ഫ്ലിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്ററൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ചിത്രം എന്ന് റിലീസ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വ്യക്തത ഒന്നും ഇതുവരെ ഇല്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. രേഖാചിത്രം എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ആസിഫ് അലി, അനശ്വര രാജൻ, അതുപോലെ തന്നെ മനോജ് കെ ജയൻ, സിദ്ദിഖ്, മുന്നിലാലു എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താന്നൊരു ജോഫിൻ ഡി ജോസ് ചിത്രമായിരുന്നു രേഖാചിത്രം എന്ന് പറയുന്നത്. ആസിഫ് അലിയുടെ കരിയറിലെ മറ്റൊരു പൊന്തുവൽ കൂടി എന്ന് വേണമെങ്കിൽ എടുത്തു പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജനുവരി മാസം റിലീസ് ചെയ്തിട്ടുള്ള ചിത്രങ്ങളിൽ ആസിഫ് അലിയുടെ ഈ ചിത്രം ഏകദേശം 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ടായിരുന്നു. ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയത് സോണി ലീവാണ്. ചിത്രം എന്ന് റിലീസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ മാർച്ച് മാസം ഫസ്റ്റ് വീക്കോട് കൂടിയിട്ട് ചിത്രം സോണി ലീവിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അവസാനമായിട്ടൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഹലോ മമ്മി എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഷറഫുദ്ദീൻ, ഐശ്വര്യ ലക്ഷ്മി, ജഗദീഷ്, ജോണി ആന്റണി, അജു വർഗീസ്, ജോമോൻ ജ്യോതിർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഹൊറർ കോമഡി കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു ഹലോ മമ്മി എന്ന് പറയുന്നത്. നവംബർ മാസം റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഒരു ഭേദപ്പെട്ട കളക്ഷനൊക്കെ നേടിയെടുത്തിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഹലോ മമ്മി എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയത് മനോരമ മാക്സും അതുപോലെ തന്നെ ആമസോൺ പ്രൈമാണ്. ചിത്രം ഇന്ന് റിലീസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ മേ ബി ഈ ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം 20-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.